ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ നാടൻ റെസിപ്പി ആയിട്ടുള്ള കപ്പപ്പൊട്ടായിട്ടാണ്. കപ്പപ്പൊട്ടെന്നും പറയും, പൂളപ്പൊട്ടെന്നും പറയും. അപ്പം നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ. അപ്പം ഞാനിതാ രണ്ട് കപ്പ പൂള എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കി. അപ്പോൾ പൂളയൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ആകെ ഒരു പ്രചോദനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കി അപ്പോഴത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൂള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഉരക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മിക്സി ജാറിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരതുന്നതുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ. അപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാ പുട്ടിനെ ഉതിർത്തുന്ന പോലെ ഉപ്പിട്ടെടുത്തിട്ട് ഇതുപോലെ പൂള മുഴുവനായിട്ട് തന്നെ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഏകദേശം 2 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ പൂളയുടെ ഒരതിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം നമുക്ക് പുട്ട്. ഞാനിതൊന്ന് മിക്സി ജാറിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. നൈസായിട്ട് നമ്മൾ പുട്ടുപൊടിയുടെ പോലെയുള്ള നൈസായിട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നൈസാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൂളപ്പൊട്ടിനുള്ള പൊടി റെഡി കേട്ടോ. ഇതിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 2-2.5 കപ്പോളം പൂള ഉരത്തിയതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പൂള മാത്രം ഉരത്തിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. കാണാൻ ഭംഗിക്ക് വേണ്ടി തന്നെ ഞാനൊരു ചിരട്ട, നമ്മളെ ചിരട്ടപ്പുട്ടൊക്കെ ചുടില്ലേ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട ക്ലീനാക്കി ഇതുപോലെ ആ 3 തേങ്ങയുടെ കണ്ണുണ്ടാവില്ലേ ചിരട്ടയുടെ, അതൊക്കെ ഒന്ന് ഹോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. നമ്മുടെ ആ ഹോൾസിൻ്റെ അവിടെ അത്യാവശ്യം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയാകുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പൊട്ടിന് ഉതിർത്തിയിട്ടുള്ള ഈ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പൂളയും അരിപ്പൊടിയും ചേർത്തിട്ടുള്ളതല്ലേ, ഇതും ചേർത്ത് ഇതുപോലെ നമ്മൾ പുട്ടിന് ചെയ്തെടുക്കുക. ഇതെല്ലാം നമ്മൾ പുട്ടും കുറ്റിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആദ്യം തേങ്ങയിടുക, പിന്നെ ഈ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചിരട്ടയിൽ ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ പൊടി ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചിരട്ടയിലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയോട് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടും കുറ്റിയിൽ വെള്ളം എടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുട്ടും കുറ്റീൻ്റെ കുറ്റി വെച്ചതിന് ശേഷം അതിലും പുട്ട് നിറക്കുക. ഇതിനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് പുട്ടും കുറ്റിയിൽ കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം ഒരു അടപ്പുണ്ടെങ്കിൽ അടപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ വേറെ ചിരട്ട കൊണ്ട് തന്നെ മൂടി വെക്കാം. അപ്പം നമ്മളെ പുട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും വേണ്ട. പുട്ടിലേക്ക് നമ്മൾ ബീഫ് കറിയോ മീൻ കറിയോ എന്തും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആവി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ടയിൽ നിന്ന് നമ്മൾ പുട്ടെന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മളെ പൂളപ്പുട്ട്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് നമ്മളെ പൂളപ്പുട്ട്.
അപ്പോൾ ഇതാ നമ്മൾ പണ്ട് ചെറുപ്പത്തിലേക്ക് മണ്ണൊക്കെ കൊണ്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കില്ലേ, അതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് ഇതുപോലെ നമ്മളെ പുളപ്പുട്ടൊന്ന് പ്ലേറ്റിലേക്ക് അടർത്തി മാറ്റാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്താ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്കും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മളെ കുക്കറില്ലേ, കുക്കറിൻ്റെ മുകൾ ഭാഗത്ത് ആ ഹോൾസിൽ കുക്കറിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ ഇതിലും പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കാം, നമ്മളെ പുട്ടുകുറ്റിയിലും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള കപ്പപ്പുട്ട് എന്ന് പറയാം, പൂളപ്പുട്ട് എന്നും പറയാം, എന്തിഷ്ടമുള്ളത് പറയാം. അപ്പം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.